ലോകത്ത് ഏറ്റവും കൂടുതൽ വിജയശതമാനമുള്ള ജീവിവർഗം ഏതാണ്? എൻ്റെ ചോദ്യത്തിൽ എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? അതായത് വേട്ടയിൽ ഏറ്റവും കൂടുതൽ വിജയം കൈവരിക്കുന്ന മൃഗമേത് എന്നാണ് എൻ്റെ ചോദ്യം. കടുവ, സിംഹം, ചെന്നായ എന്നിവരുടെയൊക്കെ മുഖമാണോ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? പക്ഷേ അതെല്ലാം മായ്ച്ചേക്കൂ, ഇതൊരു നായയാണ്. വിജയശതമാനം കൂടുതലുള്ള ഒരു നായ. അവൻ്റെ പേരാണ് ആഫ്രിക്കൻ വൈൽഡ് ഡോഗ്സ്. സിംഹത്തെക്കാളും കടുവയെക്കാളും ഒക്കെ 3 ഇരട്ടിയോളം സക്സസ് റേറ്റുള്ള വേട്ടക്കാരൻ കഴിയുന്നത് ആഫ്രിക്കയിലാണ്. സാക്ഷാൽ സിംഹത്തിൻ്റെ തട്ടകത്തിൽ തന്നെ. ഒറ്റയ്ക്കല്ലെന്ന് മാത്രം. സിംഹത്തിൻ്റെ ഗാംഭീര്യമോ കടുവയുടെ കരുത്തോ ചെന്നായയുടെ ശൗര്യമോ ഇല്ലെങ്കിലും ഈ 3 കൂട്ടർക്കും ഇല്ലാത്തത്ര വിജയശതമാനം വേട്ടകളിൽ കൈവരിക്കാൻ പോകുന്ന എല്ലാ അടവും ആയുധവും ഇവയ്ക്കുണ്ട്. പക്ഷേ അധികമാർക്കും പരിചയമില്ലാത്ത കൂട്ടരാണെന്ന് മാത്രം. ഇവയുടെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ നാടൻ പട്ടികളുടെ വലിപ്പം വരുന്നവരാണ് ഈ കൂട്ടർ. രൂപത്തിലും ഭാവത്തിലുമൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഒഴിച്ചാൽ നായവർഗത്തിലെ മറ്റെല്ലാവരും പുലർത്തുന്ന പല സ്വഭാവ സവിശേഷതകളും ഇവരിലും കാണാം. ഏകദേശം 60 മുതൽ 75 സെൻറ്റിമീറ്റർ വരെ ഉയരവും 75 മുതൽ 115 സെൻറ്റിമീറ്റർ വരെ നീളവുമുള്ള ഇവർക്ക് ശരാശരി 18 മുതൽ 36 കിലോ വരെ ഭാരമുണ്ടാകും. പെൺനായകളേക്കാൾ വലിപ്പമുള്ളവരാണ് ആൺനായകൾ. നമുക്ക് പരിചയമുള്ള നായകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ രോമങ്ങളാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത. കറുപ്പും വെളുപ്പും തവിട്ട് നിറവും റെഡിഷ് ബ്രൗണും ഉൾപ്പെട്ടതാണ് ഇവയുടെ രോമങ്ങൾ. വർണ്ണാഭമായതുകൊണ്ടാകാം പെയിന്റഡ് ഡോഗ് എന്നൊരു പേരുകൂടി ഇവയ്ക്കുണ്ട്. ഭൂപ്രദേശങ്ങൾക്കനുസരിച്ച് നിറത്തിലും വലുപ്പത്തിലും ചില വ്യത്യാസങ്ങളും ഉണ്ടാകും. വളരെ ചിട്ടയോടെയാണ് ഇവരുടെ സാമൂഹിക ജീവിതം. ഈ കൂട്ടത്തെ പാക്ക് എന്നാണ് വിളിക്കുന്നത്. 2 മുതൽ 20 വരെ അംഗങ്ങളുള്ളതാണ് ഒരു പാക്ക്. സദേൺ ഭാഗങ്ങളിൽ സ്പ്രിംഗ് ബുക്ക് എന്ന ഇനം മാനുകളുടെ പലായനം നടക്കുമ്പോൾ വലിയ പാക്കുകൾ ചേർന്ന് 100-ലധികം അംഗങ്ങൾ വരെയുള്ള വലിയ കൂട്ടങ്ങൾ രൂപപ്പെടാറുണ്ട്. പക്ഷേ ഈ പാക്കിന് ആയുസ് കുറവാണ്. പിന്നെ എടുത്തു പറയേണ്ടത് അവരുടെ നേതാക്കളെക്കുറിച്ചാണ്. ലിംഗസമത്വമുള്ള ഒരു വിഭാഗം കൂടിയാണ് ഈ നായകൾ. കാരണം ഇവരുടെ കൂട്ടത്തിൽ ആൺപെൺ ഭാഗങ്ങളിൽ പ്രത്യേകം നേതാക്കന്മാരുണ്ടാകും. ഇവരായിരിക്കും പാക്കിനെ നയിക്കുന്നത്. ആൽഫ മെയിൽ, ആൽഫ ഫീമെയിൽ എന്ന 2 കൂട്ടർ ഓരോ പാക്കിലും ഉണ്ടായിരിക്കും. കൂട്ടത്തിൽ മുതിർന്ന അംഗങ്ങളായിരിക്കും ഈ സ്ഥാനങ്ങൾ വഹിക്കുക. ആൽഫ ഫീമെയിലിന് മാത്രമേ കൂട്ടത്തിൽ മെയ്റ്റ് ചെയ്യാനുള്ള അവകാശമുള്ളൂ. പാക്കിൽ അംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് ഒഴിവാക്കുക എന്നതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. പുതുതലമുറകളെ ഉൽപ്പാദിപ്പിക്കുക എന്ന ഉദ്യമം ആൽഫ ഫീമെയിൽ മാത്രം നിക്ഷിപ്തമാണ്. ആൽഫ ഫീമെയിൽ ഒരു ആണുമായി മാത്രമേ ഒരു തവണ മെയ്റ്റ് ചെയ്യാറുള്ളൂ. മിക്കവാറും ഇത് ആൽഫ മെയിൽ തന്നെയാണ്. 60 മുതൽ 75 ദിവസങ്ങൾക്കു ശേഷം പെണ്ണായ തൻ്റെ കുട്ടികൾക്ക് ജന്മം നൽകുകയും ചെയ്യും. ഒറ്റ പ്രസവത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകുന്ന നായവർഗവും ആഫ്രിക്കൻ വൈൽഡ് ഡോഗ്സ് ആണ്. ഒറ്റ പ്രസവത്തിൽ 6 മുതൽ 16 കുട്ടികൾ വരെ ഉണ്ടാകും ഇവർക്ക്. പാക്കിന്റെ അധീന മേഖലയിൽ സുരക്ഷിതമായ സ്ഥലത്ത് നിർമ്മിച്ച മാളമായിരിക്കും ഇവർ ഇതിനായി തിരഞ്ഞെടുക്കുന്നത്. പ്രസവശേഷം ആദ്യത്തെ കുറച്ച് നാളുകൾ അമ്മ കുട്ടികളോടൊപ്പം മാളത്തിൽ തന്നെ തുടരും. ആ സമയം അമ്മ മറ്റ് അംഗങ്ങളെ ആരെയും തന്നെ കുട്ടികൾക്കരികിലേക്ക് അടുപ്പിക്കുകയില്ല. 3 മുതൽ 4 ആഴ്ചകൾക്ക് ശേഷം കുട്ടികൾ മാംസം ഭക്ഷിച്ചു തുടങ്ങും. വലിയ നായ്ക്കൾ ഇരയെ ഭക്ഷിച്ചു കഴിഞ്ഞ് കുട്ടികൾക്കായി നൽകും. കുട്ടികൾക്ക് മാത്രമല്ല, വലിയ നായ്ക്കൾക്കും ചില സാഹചര്യങ്ങളിൽ ഇവർ ഇങ്ങനെ മാംസം ഇട്ടുകൊടുക്കാറുണ്ട്. 8 മുതൽ 10 ആഴ്ചകൾക്ക് ശേഷം കുട്ടികൾ വലിയ നായ്ക്കളോടൊപ്പം വേട്ടയ്ക്കിറങ്ങി തുടങ്ങും. കെട്ടുറപ്പുള്ള കൂട്ടായ്മയാണ് വേട്ടയാടലിലെ ഇവരുടെ വിജയശതമാനം ഉയർത്തി നിലനിർത്തുന്നത്. കൂട്ടമായി ജീവിക്കുന്നതിനാൽ എല്ലാ ദിവസവും ഇവർക്ക് ഇര പിടിക്കേണ്ടതായുണ്ട്. ചില വലിയ പാക്കുകൾ ദിവസേന 3 തവണ വരെ വേട്ടയാടുമെന്നാണ് കണക്കുകൾ പറയുന്നത്. മാൻവർഗത്തിൽപ്പെടുന്ന ജീവികളാണ് ഇവരുടെ പ്രധാന ഇര. വിൽഡബിസ്റ്റ്, വാർത്തോഗ് തുടങ്ങിയ അപകടകാരികളായ മൃഗങ്ങളെയും ഇവ ഇരയാക്കാറുണ്ട്. വലിപ്പം കൂടിയ വിശറി പോലെയുള്ള ചെവികൾ ഇവർക്ക് മികച്ച കേൾവിശക്തി പ്രദാനം ചെയ്യും. ഇര അടുത്തു കഴിഞ്ഞാൽ ആൽഫ മെയിലിന്റെ നിർദ്ദേശമനുസരിച്ച് എല്ലാവരും ഇരയെ വളയും. എന്നിട്ടാണ് ആക്രമണം. ഓട്ടമാണ് ഇവരുടെ പ്രധാനപ്പെട്ട മറ്റൊരു ആയുധം. സിംഹത്തെയോ ചീറ്റയെയോ പോലെ ചെറിയ ദൂരം വേഗത്തിൽ കുതിക്കാൻ കഴിയില്ലെങ്കിലും 40 മുതൽ 45 മൈൽ സ്പീഡിൽ 10 മുതൽ 1 മണിക്കൂറോളം വരെ നിർത്താതെ ഇരയ്ക്ക് പിറകെ ഓടാൻ ഇവയ്ക്ക് സാധിക്കും. മറ്റു നായ്ക്കളിൽ നിന്ന് വ്യത്യസ്തമായി ആഫ്രിക്കൻ വൈൽഡ് ഡോഗ്സിന് മുൻകാലുകളിൽ 4 വിരലുകളാണ് ഉള്ളത്. സാധാരണ നായ്ക്കൾക്ക് പാദത്തിന് കുറച്ചു മുകളിലായി വിരൽ പോലെ ഒരു ഭാഗം കൂടിയുണ്ട്. അവിടെ ഒരു നഖവുമുണ്ട്. പക്ഷേ ആഫ്രിക്കൻ വൈൽഡ് ഡോഗ്സിന് ഈ ഭാഗമില്ല. കൂടാതെ മെലിഞ്ഞ ശരീരവും നീളമുള്ള കാലുകളും ഇവയെ വളരെ വേഗത്തിൽ ഓടാൻ സഹായിക്കുന്നവയാണ്. ഇരയുടെ പിന്നിൽ നിന്നായിരിക്കും ആക്രമണം നടക്കുക. ഇര കീഴടങ്ങിയെന്ന് ഉറപ്പായാൽ മാത്രമേ കടി ഒഴിവാക്കുകയുള്ളൂ. മാനിനെ പോലുള്ള മൃഗങ്ങളുടെ കൊമ്പ് ഭയന്നിട്ടാകണം ഇവ പിന്നിലൂടെ കഴുത്ത് ലക്ഷ്യമാക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇര വീണു കഴിഞ്ഞാൽ കൊല്ലാനൊന്നും നിൽക്കില്ല. ഇര ജീവൻ വെടിയുന്നതിന് മുമ്പ് തന്നെ തീറ്റ ആരംഭിക്കും. ഇങ്ങനെയാണ് ഇവയുടെ ഇരപിടുത്തം. അതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇവർ കൂട്ടമായി ആക്രമിച്ച് കീഴടക്കിയ ഇരയുടെ മാംസം സിംഹത്തിൻ്റെയോ ഹൈനകളുടെയോ കണ്ണിൽപ്പെട്ടാൽ പിന്നെ അത് കിട്ടില്ല. ഈ തിരിച്ചറിവാണ് ഇതിൻ്റെ ആധാരം.
കൂട്ടമായി ജീവിക്കുന്ന മറ്റ് ജീവികളിൽ നിന്നും വളരെ വ്യത്യസ്തമായി പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ പെൺനായ്ക്കളാണ് പാക്ക് വിട്ട് പുറത്തു പോകാറുള്ളത്. ഇൻബ്രീഡിംഗ് ഒഴിവാക്കാനും സ്വന്തമായി കുട്ടികളെ പ്രസവിക്കാനും വേണ്ടിയാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്. സിംഹമടക്കമുള്ള മറ്റു മൃഗങ്ങളിൽ ആണുങ്ങളായിരിക്കും ഇങ്ങനെ കൂട്ടത്തിൽ നിന്നും പിരിഞ്ഞു പോവുക. അതുകൊണ്ട് തന്നെ പാക്കിൽ എപ്പോഴും ആൺനായ്ക്കളുടെ മേൽക്കോയ്മ കൂടുതലായിരിക്കും. ഇത്തരത്തിൽ കൂട്ടം വിടുന്ന പെൺനായ്ക്കൾ മറ്റേതെങ്കിലും പാക്കുകൾ കണ്ടെത്തി അവിടെ സ്ഥാനമുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. പെൺനായ്ക്കളെ പോലെ സ്വന്തം പാക്ക് വിട്ട് മറ്റു പാക്കിലേക്ക് മാറുകയെന്നത് ആൺനായ്ക്കളെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. സ്വന്തമായി പ്രത്യുൽപാദനം നടത്തുക എന്ന മോഹവുമായി പാക്ക് വിടുന്ന പെൺനായ്ക്കൾക്ക് എപ്പോഴും അത് നടത്താൻ കഴിഞ്ഞെന്ന് വരില്ല. കരുത്തരായ ആൽഫ ഫീമെയിലുകളുള്ള പാക്കിൽ കയറി പറ്റുക എന്നത് ദുഷ്കരമാണ്. കൂട്ടത്തോടെയുള്ള സമൂഹ ജീവിതമാണ് ഇവരുടെ വിജയശതമാനം ഉയർത്തുന്നത് എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. ഇതുകൊണ്ടാണ് ഏറ്റവും സക്സസ് ആയുള്ള ജീവിവർഗം ഇവരായി മാറുന്നത്. മറ്റു മൃഗങ്ങളെക്കാൾ വേട്ടയിൽ വിജയം കൈവരിക്കുന്നവരാണ് ഇക്കൂട്ടർ. ഒരു സിംഹത്തിന് പോലും 30% വരെയാണ് സക്സസ് റേറ്റ് എങ്കിൽ ആഫ്രിക്കൻ വൈൽഡ് ഡോഗ്സിന്റെ കാര്യത്തിൽ അത് 60% മുകളിലാണ്. ചില സമയങ്ങളിൽ ഇത് 90% മുകളിൽ പോകാറുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവയെ നിലവിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗത്തിന്റെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മനുഷ്യന്റെ കടന്നുകയറ്റവും വനനശീകരണവും കാരണമാണ് ഇവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.